പിന്നെ വരണ്ടേ, വേ ഒരുങ്ങി വാ. അതും പറഞ്ഞുകൊണ്ട് അവൻ ബെഡിൽ തന്നെ ഇരുന്നു. മനസ്സില്ലാ മനസ്സോടെ തലയിൽ ചുറ്റിയിരുന്ന ടവൽ അഴിച്ചുകൊണ്ട് അവൾ കണ്ണാടിക്ക് മുൻപിലേക്ക് നീങ്ങി. ഇതെല്ലാം കണ്ടുകൊണ്ട് വാതിൽക്കൽ തന്നെ നിൽക്കുകയായിരുന്നു ചിന്നു. അവളുടെ കണ്ണുകൾ അരഭാഗം കവിഞ്ഞു കിടക്കുന്ന തീർത്ഥയുടെ സമൃദ്ധമായ മുടിയിഴകളിലേക്ക് അസൂയയോടെ നീങ്ങി. വാ വാ, കയറിയിരിക്കെ. പാർവതി വിരുന്നുകാരെ നിറഞ്ഞ പുഞ്ചിരിയോടെ സ്വീകരിച്ചു. ആർദ്രമോളി ഇടയ്ക്കൊക്കെ വരാറുണ്ടെങ്കിലും വിശ്വനാഥനും നന്ദിനിയുമൊക്കെ ഈ വഴി മറന്നുവല്ലേ? നേർത്ത പരിഭവത്തോടെയുള്ള അവരുടെ ചോദ്യം കേട്ട് വിശ്വനാഥനും നന്ദിനിയും ഒന്ന് ചിരിച്ചു. സമയം വേണ്ടേ ചേച്ചി, ദുബായിലുള്ള ബിസിനസ് ആണെങ്കിലും കുറച്ചു നാളായിട്ട് ഡള്ളാണ്. കുറച്ചധികം നഷ്ടമുണ്ടായി. അതുകൊണ്ട് ഞാൻ കുറച്ചു നാളായിട്ട് അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങോട്ട് ഇറങ്ങാൻ സമയം കിട്ടാത്തത്. സെറ്റിയിൽ അമർന്നുകൊണ്ട് വിശ്വനാഥൻ പറഞ്ഞു. പാർവതി ഒന്ന് മൂളി. അപ്പോഴേക്കും അവർക്ക് കുടിക്കാനുള്ള ഓറഞ്ച് ജ്യൂസുമായി ജാനകി റൂമിലേക്ക് വന്നു. ആ ജാനകി, എന്തുണ്ട് വിശേഷം? നന്ദിനി എഴുന്നേറ്റ് ജാനകിയുടെ കയ്യിൽ പിടിച്ചു. അങ്ങനെ പോകുന്നു, പതിഞ്ഞ പുഞ്ചിരിയോടെ അവർ മറുപടി നൽകി. ആർദ്ര? മുകളിൽ നിന്നും ഓടി വന്ന ചിന്നു ആർദ്രയെ കെട്ടിപ്പിടിച്ചു. നീ എന്താടി കോളേജിൽ വരാത്തത്? അവളെയും കൂട്ടി റൂമിലേക്ക് നടക്കുന്നതിനിടയിൽ ചിന്നു ചോദിച്ചു. അച്ഛൻ കുറച്ചു നാളായിട്ട് ദുബായിലായിരുന്നു. അപ്പോൾ ഇവിടെയുള്ള ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. 2 ആഴ്ച കൂടി കഴിഞ്ഞാൽ ഞാൻ റെഗുലറായി കോളേജിൽ വരും. അല്ല, നിന്റെ ഏട്ടനും നാത്തൂനും എവിടെ? മാധവിൻ്റെ മുറി മുകളിലാണെന്ന് അറിയാവുന്നതുകൊണ്ട് ആർദ്രയുടെ നോട്ടം പോയത് മുകളിലേക്കാണ്. ഇപ്പോൾ വരും. അവൾ ഒരുങ്ങാണ്. ഒട്ടും താല്പര്യമില്ലാത്തതുപോലെ ചിന്നു പറഞ്ഞു. നിന്റെ അച്ഛൻ എന്തിനാ ഇപ്പോൾ അച്ഛനെ ഇങ്ങോട്ട് ക്ഷണിച്ചത്? അറിയില്ല, ചിലപ്പോൾ വല്യച്ഛൻ പറഞ്ഞിട്ടാകും. ചിന്നു അവളെയും കൂട്ടി താഴത്തെ ഗസ്റ്റ് റൂമിലേക്ക് കയറി. എനിക്ക് വരാനൊട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് അവളുടെ ക്രിഞ്ച് റൊമാൻസ് കണ്ട എനിക്ക് വട്ടുപിടിക്കും. ആർദ്ര മടുപ്പോടെ ബെഡിലേക്കിരുന്നു. അത് പറയാനാ ഞാൻ നിന്നെ റൂമിലേക്ക് വിളിച്ചത്. അതും പറഞ്ഞുകൊണ്ട് ചിന്നു അവൾക്കരികിലേക്കിരുന്നു. അവൾ എന്താ പറയാൻ പോകുന്നതെന്ന ആകാംക്ഷയിലായിരുന്ന ആർദ്ര ആ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി. നീ മാധവേട്ടനായിട്ട് കൂടുതൽ അടുത്തിടപഴകണം. അച്ഛനും വല്യമ്മയൊക്കെ നിന്നെ സപ്പോർട്ട് ചെയ്യും. അവളുടെ മനസ്സ് അങ്ങനെ വേദനിക്കണം. തീർത്ഥയോടുള്ള വെറുപ്പ് ചിന്നുവിൻ്റെ കണ്ണിൽ തെളിഞ്ഞു. ഞാനില്ല മോളെ. മാധവേട്ടൻ വെറുതെ ആ പെണ്ണിൻ്റെ മുൻപിൽ എന്നെ നാണം കെടുത്തും. അയാൾക്കിപ്പോൾ വലുത് അവളല്ലേ? ആർദ്ര അമർഷത്തോടെ പറഞ്ഞു. അതാണ് ഞാനും ആലോചിക്കുന്നത്. കുറച്ചു നാൾ മുൻപ് വരെ അവളെ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു. പെട്ടെന്ന് എന്തു പറ്റിയാവോ? ഇനി അവൾ വല്ല കൂടോത്രം ചെയ്തിട്ടുണ്ടാകുമോ? ചിന്നു സംശയത്തോടെ നഖം കടിച്ചു. സംശയമില്ലാതില്ല. എന്നാലും അവളെ സമ്മതിക്കണം. എത്ര പെട്ടെന്നാണ് മാധവേട്ടൻ്റെ മനസ്സിൽ കയറിക്കൂടിയത്. ഞാനൊക്കെ എത്ര നാൾ പിറകെ നടന്നതിന് ശേഷമാണ് ഒന്ന് ശ്രദ്ധിക്കുക തന്നെ ചെയ്തത്. അതും ഒടുക്കത്തെ ആറ്റിറ്റ്യൂഡും. തെല്ല് അസൂയയോടെ ആർദ്ര പറഞ്ഞു. അവൾ സുന്ദരിയല്ലടി, അതാകും. ചിന്നു ആർദ്രയെ കളിയാക്കി. അവൾക്ക് എൻ്റെ അത്ര സൗന്ദര്യമുണ്ടോ? ആർദ്ര കണ്ണുരുട്ടി. ഉള്ളത് പറഞ്ഞാൽ നിനക്ക് വിഷമമാകരുത്. നിന്നേക്കാളും എന്തോ ഒരു പ്രത്യേകത അവൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മാധവേട്ടൻ ഇങ്ങനെ മൂക്കും കുത്തി വീണത്. എനിക്ക് തോന്നുന്നത് അവളുടെ മുടിയിലാണെന്നാണ്. ഇന്ന് അവൾ കുളി കഴിഞ്ഞ് വന്നപ്പോൾ കാണണോടി, ഒരു വെള്ളച്ചാട്ടം പോലെയാ അത് വീണ് കിടന്നത്. കണ്ടിട്ട് എൻ്റെ തന്നെ കണ്ണ് തള്ളിപ്പോയി. അപ്പോൾ പിന്നെ മാധവേട്ടൻ്റെ കാര്യം പറയണോ? ചിന്നു ചിരി കടിച്ചമർത്തിയപ്പോൾ ആർദ്രയുടെ കണ്ണുകളിൽ പക നിറഞ്ഞു. ഇന്ന് അവളുടെ ആ മുടി ഞാൻ മുറിച്ച് കളയും. അവൾ പല്ലിറുമി. അങ്ങോട്ട് ചെല്ല്, അവൾ നിന്ന് തരും. ചിന്നു ചുണ്ടുകൂട്ടി. നീ നോക്കിക്കോ, ഇവരുടെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കില്ല. ഇത് ആർദ്ര വിശ്വനാഥൻ്റെ വാക്കാണ്. സ്വന്തം നെഞ്ചിൽ കൈവച്ച് പറഞ്ഞുകൊണ്ട് ആർദ്ര തിരിഞ്ഞു നടന്നു. അത് തന്നെയാ മോളെ എനിക്കും വേണ്ടത്. അവളിലെ ഈഗോ ഹേർട്ടായെന്ന് മനസ്സിലായപ്പോൾ ചിന്നു ഉള്ളിൽ ചിരിച്ചു. ആർദ്ര തിരികെ ഹാളിലേക്ക് എത്തിയപ്പോൾ തീർത്ഥയും മാധവും അവിടെ ഉണ്ടായിരുന്നു. അവളുടെ മിഴികൾ മാധവിനടുത്ത് നിൽക്കുന്ന തീർത്ഥയിൽ തങ്ങി നിന്നു. ഇളം നീല ചുരിദാറാണ് വേഷം. നീണ്ട മുടിയുടെ തുമ്പ് കെട്ടിയിരിക്കുന്നു. പുഞ്ചിരിച്ചുകൊണ്ട് വളരെ സൗമ്യതയോടെ നളിനിയോട് സംസാരിക്കുകയാണ് അവൾ. ചിന്നു പറഞ്ഞത് ശരിയാണ്. എന്തോ ഒരു പ്രത്യേകത അവൾക്കുണ്ട്. അത് മുടിയാണോ? അതോ ചിരിക്കുമ്പോൾ തെളിയുന്ന നുണക്കുഴികളോ? അതോ സംസാരിക്കുമ്പോൾ കണ്ണുകളോ? അതോ ഇളം ചുവപ്പ് നിറമുള്ള അല്പം വിടർന്ന ചുണ്ടുകളോ? എന്തോ ഒന്ന് അവളെ തന്നിൽ നിന്നും വ്യത്യസ്തയാക്കുന്നുണ്ട്. ആർദ്ര നെടുവീർപ്പിട്ടു. വന്നത് ആർദ്രയും അമ്മയും അച്ഛനുമാണെന്നറിഞ്ഞപ്പോൾ തീർത്ഥ വല്ലാതെ വ്യാകുലപ്പെട്ടുപോയി. കാരണം ആർദ്രയിൽ നിന്നും അവൾ കേട്ടിട്ടുള്ള പഴികൾ ചില്ലറയൊന്നുമല്ല. ഇനി അവളുടെ അച്ഛനും അമ്മയും അങ്ങനെയാണെങ്കിൽ അവർ പറയുന്നത് താൻ കേൾക്കേണ്ടി വരും. കാരണം അവർ മേലിടത്തെ വിരുന്നുകാരാണ്.
പക്ഷേ അവളുടെ ആശങ്കകളെയെല്ലാം അപ്പാടെ തച്ചൊടിച്ച് കളയുന്നതായിരുന്നു വിശ്വനാഥൻ്റെയും നളിനിയുടെയും പെരുമാറ്റം. അവർ വളരെ സ്നേഹത്തോടെയും സൗഹൃദത്തോടെയാണ് അവളോട് സംസാരിച്ചത്. ശിവയെ അവർ വാത്സല്യത്തോടെ ചേർത്ത് പിടിക്കുകയും ചെയ്തപ്പോൾ തീർത്ഥയുടെ മനസ്സിലെ ആശങ്കകൾ നീങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും മോഹനും മഹേശ്വറും എത്തി. പതിവില്ലാതെ അതിഥികളെ കണ്ട് മഹേശ്വർ അത്ഭുതത്തോടെ ഒന്ന് പുഞ്ചിരിച്ചു. എന്താ വിശ്വനാഥ, പതിവില്ലാതെ ഈ വഴിക്കൊക്കെ? വഴി തെറ്റിക്കേറിയതാണോ? അയാളുടെ തോളിൽ തട്ടിക്കൊണ്ട് മഹേശ്വർ ചോദിച്ചു. വഴി തെറ്റിയത് ഒന്നുമല്ലടാ, ഇങ്ങോട്ടായി തന്നെ വന്നതാണ്. ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റുകൊണ്ട് വിശ്വനാഥൻ അയാളെ കെട്ടിപ്പിടിച്ചു. എന്തായി ആർദ്രമോളെ, കല്യാണം വല്ലതും? നളിനിക്കരികിൽ നിൽക്കുന്ന ആർദ്രയെ നോക്കിക്കൊണ്ട് മഹേശ്വർ ചോദിച്ചപ്പോൾ അവളുടെ മുഖം കൂടുതൽ ഇരുണ്ടു. ഏയ്, അതൊന്നും ആയിട്ടില്ല മഹി. കല്യാണമൊന്നും വേണ്ടെന്നുള്ള വാശിയിലാണ്. അവൾ ആഗ്രഹിച്ചത് നമുക്ക് നടത്തി കൊടുക്കാൻ പറ്റിയില്ലല്ലോ. വിശ്വനാഥൻ അത് പറഞ്ഞപ്പോൾ ആർദ്രയുടെ നോട്ടം ശിവുവിനെ കളിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന മാധവനിലേക്ക് നീണ്ടു. അവനും ആ സംസാരം കേൾക്കുന്നുണ്ട്. പക്ഷേ കേട്ട ഭാവം നടിച്ചില്ല. അത് അവളെ കൂടുതൽ പ്രകോപിപ്പിച്ചു. കാണിച്ചു തരാം. അവളുടെ പല്ലുകൾ ഞെരിഞ്ഞു. കുറച്ചു നേരം സംസാരിച്ചിരുന്നിട്ട് എല്ലാവരും ഭക്ഷണം കഴിക്കാനായിരുന്നു. ഒരു കോള് വന്നതുകൊണ്ട് മാധവ് മാത്രം സിറ്റ് ഔട്ടിലേക്ക് പോയി. മോള് വാ. ശിവു തീർത്ഥയുടെ അടുത്ത് പതുങ്ങി നിൽക്കുന്നത് കണ്ട് നളിനി അവളെ അരികിലേക്ക് വിളിച്ചു. എന്നാൽ ശിവു മടിയോടെ നിന്നതേയുള്ളൂ. വാ കഴിക്കാം, നളിനി വീണ്ടും വിളിച്ചു. വേണ്ട നളിനി, അതിന് ടേബിൾ മാനേഴ്സ് ഒന്നും അറിയില്ല. ഇത്രയും ഭക്ഷണം ഒരുമിച്ച് കണ്ടതിൻ്റെ ആക്രാന്തത്തിൽ വലിച്ചു വാരി കഴിച്ച് നമ്മളെ കൂടി വെറുപ്പിക്കും. പാർവതിയുടെ വാക്കുകൾ കേട്ട് ആ പിഞ്ചു ഹൃദയം 100 തകർന്നുപോയി. നിറഞ്ഞു തുടങ്ങിയ കണ്ണുകളാൽ അവൾ ഓപ്പോളെ നോക്കി. തീർത്ഥയും അപമാനിതയായി നിന്നു. പാർവതിയുടെ വാക്ക് കേട്ട് ജാനകിയും മഹേശ്വരും നളിനിയും വിശ്വനാഥനും വല്ലാതായെങ്കിലും ആർദ്രയും ചിന്നുവും മോഹനും അമർത്തി ചിരിച്ചു. കുട്ടികൾക്ക് എന്ത് ടേബിൾ മാനേഴ്സ് ചേച്ചി, ചെറുപ്പത്തിൽ ഈ ആർദ്ര കഴിക്കുന്നത് കണ്ടാൽ മതി. ചോറ് മൊത്തത്തിൽ വാരി വിതറും. ഇവൾ കഴിച്ചെഴുന്നേറ്റെടുത്ത് ഒരാൾക്ക് 1 മണിക്കൂർ പണിയുണ്ടാകും. നളിനി ആർദ്രയെ നോക്കി പറഞ്ഞപ്പോൾ അവൾ അമ്മയെ ദേഷ്യത്തോടെ തുറിച്ചു നോക്കി. മോള് വാ. നളിനി ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് ശിവുവിനെ പിടിച്ച് അവർക്കരികിലിരുത്തി. പാർവതിയുടെ വാക്കുകളിൽ ആ പിഞ്ച് മനസ്സ് എത്രത്തോളം നൊന്തിട്ടുണ്ടാകുമെന്ന് അവർക്ക് മനസ്സിലാകുമായിരുന്നു. ഉള്ളിലെ സങ്കടം കടിച്ചമർത്തിക്കൊണ്ട് നേർത്ത പുഞ്ചിരിയോടെ തീർത്ത എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുത്തു. വിശ്വനാഥനും നന്ദിനിയും അവളുടെ കൈപുണ്യത്തെപ്പറ്റി വാതോരാതെ പറഞ്ഞുകൊണ്ടിരുന്നത് ആർദ്രയും ചിന്നുവിനെയും പാർവതിയെയും ചൊടിപ്പിച്ചു. അതുകൊണ്ട് തന്നെ പാർവതി ഒരു വേലക്കാരിയോട് എന്ന പോലെ പലതും അവളോട് ആജ്ഞാപിച്ചുകൊണ്ടിരുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ടാണ് മാധവ് ഊണുമുറിയിലേക്ക് കടന്നു വന്നത്. അമ്മയുടെ സംസാരം കേട്ട് അസഹനീയതയോടെ അവൻ എന്തോ പറയാൻ തുടങ്ങിയപ്പോഴേക്കും തീർത്ത അവനെ കണ്ണുകൾ അടച്ച് കാണിച്ചു. ദേഷ്യത്തോടെ പല്ല് ഞെരിച്ചുകൊണ്ടവൻ റൂമിലേക്ക് പോയി. വിരുന്നുകാരുടെ മുൻപിൽ വെച്ച് തീർത്ഥയെ അപമാനിക്കുക, അതായിരുന്നു അവരുടെ ലക്ഷ്യം. അതും ആർദ്രയുടെ മുന്നിൽ വെച്ചാകുമ്പോൾ അപമാനത്തിന്റെ വേദന ഇരട്ടിയാകും. അമ്മയുടെ പെരുമാറ്റത്തിൽ മാധവന് എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നി. പെട്ടെന്നാണ് പിറകിൽ നിന്നും ആരോ അവനെ കെട്ടിപ്പിടിച്ചത്. തീർത്ഥയാകുമെന്ന് കരുതി മാധവ് അമ്പരന്നു. തിരിഞ്ഞു നോക്കാൻ പോയെങ്കിലും കെട്ടിപ്പിടിച്ചവൾ അവൻ്റെ വയറിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവനോട് ഒന്നുകൂടി ചേർന്ന് നിന്നു. അവളുടെ മൃദുലതകൾ അവൻ്റെ പുറത്തമർന്നു. ആദ്യമായി ഒരു പെണ്ണിൻ്റെ ചൂട് മാധവൻ്റെ ശരീരത്തിൽ പടർന്നു. തീർത്ത. വയറിൽ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന കയ്യിൽ അമർത്തിക്കൊണ്ടവൻ മെല്ലെ വിളിച്ചു.